ശാന്തി 21:8-25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ആസുരീയ മതമനുസരിച്ച് നടക്കുന്നതിലൂടെ വാതിൽ തോറും അലയുന്നവരായി ഇപ്പോൾ ഈശ്വരീയ മതമനുസരിച്ച് നടക്കൂ, എങ്കിൽ സുഖധാമത്തിലേക്ക് പോകും. ചോദ്യം: കുട്ടികൾ ബാബയിൽ ഏതൊരു പ്രതീക്ഷയാണ് വെക്കേണ്ടത്, ഏതൊന്ന് പാടില്ല? ഉത്തരം: ബാബയിൽ ഈ പ്രതീക്ഷ വയ്ക്കണം. നമ്മൾ ബാബയിലൂടെ പവിത്രമായി തൻ്റെ വീട്ടിലേക്കും രാജധാനിയിലേക്കും പോകട്ടെ. ബാബ പറയുന്നു, കുട്ടികളെ, എന്നിൽ ഈ പ്രതീക്ഷ വയ്ക്കരുത്. ഇന്ന ആൾ രോഗാവസ്ഥയിലാണ്, ആശീർവാദം ലഭിച്ചെങ്കിൽ. ഇവിടെ കൃപയുടെയോ ആശീർവാദത്തിൻ്റെയോ കാര്യമേ ഇല്ല. ഞാനാകട്ടെ വന്നിരിക്കുന്നത് കുട്ടികളായ നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കുവാനാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ വികർമ്മമായി മാറാത്ത വിധത്തിലുള്ള കർമ്മമാണ് പഠിപ്പിക്കുന്നത്. ഗീതം: ഇന്നല്ലെങ്കിൽ നാളെ ഈ മേഘങ്ങൾ ചിതറിപ്പോകും. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. കുട്ടികൾ അറിയുന്നുണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ബാബ കൊണ്ടുപോകുന്നതിനായി വന്നിരിക്കുകയാണ്. ഈ ഓർമ്മയും നിലനിൽക്കുന്നത് ആത്മാഭിമാനി ആകുമ്പോഴാണ്. ദേഹാഭിമാനത്തിലാണെങ്കിൽ ഓർമ്മയും നിലനിൽക്കില്ല. കുട്ടികൾക്കറിയാം, ബാബ യാത്രക്കാരനായി വന്നിരിക്കുന്നു. നിങ്ങളും യാത്രക്കാരനായാണ് വന്നിരുന്നത്. ഇപ്പോൾ തൻ്റെ വീടിനെ മറന്നുപോയി. പിന്നെ ബാബ വീടിൻ്റെ ഓർമ്മ വരുത്തി ദിവസവും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. സദോപ്രധാനം ആകാത്തത് വരെയും പോകുവാൻ സാധിക്കില്ല. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ബാബ പറയുന്നത് ശരിയാണ്. ബാബയും കുട്ടികൾക്ക് ഏതൊരു ശ്രീമത് നൽകുന്നു, സൽപുത്രരായ കുട്ടികൾ അതനുസരിച്ച് നടക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് നല്ല മതം നൽകുവാനായി ഇങ്ങനെയുള്ള ഒരു അച്ഛൻ ഉണ്ടായിരിക്കുന്നില്ല. അതിനാൽ വാതിൽ തോറും അലയുന്നവരായിരിക്കുന്നു. ശ്രീമത്ത് നൽകുന്നത് ഒരേ ഒരു ബാബയാണ്. ആ മതമനുസരിച്ച് പോലും ചില കുട്ടികൾ നടക്കുന്നില്ല. അത്ഭുതം തന്നെ. ലൗകിക അച്ഛൻ്റെ മതമനുസരിച്ച് നടക്കാൻ തുടങ്ങുന്നു. അത് ആസുരീയ മതമാണ്. ഇങ്ങനെയുള്ളതും ഡ്രാമയാണ്. എന്നാൽ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ആസുരീയ മതമനുസരിച്ച് നടന്ന് ഈ ഗതി പ്രാപിച്ചു. ഇപ്പോൾ ഈശ്വരീയ മതമനുസരിച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾ സുഖധാമത്തിലേക്ക് പോകും. അത് പരിധിയില്ലാത്ത സമ്പത്താണ്. ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു. അപ്പോൾ കുട്ടികൾ എത്ര ഹർഷിതമായിരിക്കേണ്ടതാണ്. എല്ലാവരെയും ഇവിടെ ഇരുത്തുവാൻ സാധിക്കില്ല. വീട്ടിലിരുന്നു കൊണ്ടും ഓർമ്മിക്കണം. ഇപ്പോൾ പാർട്ട് പൂർത്തിയാകാൻ പോകുന്നു. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. മനുഷ്യർ എത്ര മറന്നുപോയിരിക്കുന്നു. ഇവർ തൻ്റെ വീടും കുടിയുമെല്ലാം മറന്നുപോയി എന്ന് പറയാറില്ലേ? ഇപ്പോൾ ബാബ പറയുന്നു, വീടിനെയും ഓർമ്മിക്കൂ, തൻ്റെ രാജധാനിയും ഓർമ്മിക്കൂ. ഇപ്പോൾ പാർട്ട് പൂർത്തിയാകേണ്ടതുണ്ട്. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. എന്താ, നിങ്ങൾ മറന്നുപോയോ? കുട്ടികളായി നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും, ബാബ, ഡ്രാമ അനുസരിച്ച് നമ്മുടെ പാർട്ട് തന്നെ ഇങ്ങനെയാണ്. അതായത് നമ്മൾ വീടുമെല്ലാം മറന്ന് പൂർണ്ണമായും അലഞ്ഞു തിരിയുക എന്നത്. ഭാരതവാസികൾ തന്നെയാണ് തൻ്റെ ശ്രേഷ്ഠ ധർമ്മത്തെയും കർമ്മത്തെയും മറന്ന് ദൈവിക ധർമ്മഭ്രഷ്ടവും ദൈവിക കർമ്മഭ്രഷ്ടവും ആയിരിക്കുന്നത്. ഇപ്പോൾ ബാബ മുൻകരുതൽ നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ധർമ്മവും കർമ്മവും ഇതായിരുന്നു. അവിടെ നിങ്ങൾ എന്ത് കർമ്മം ചെയ്തിരുന്നുവോ അത് അകർമ്മമായിരുന്നു. കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയുടെ ഗതി ബാബ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നത്. സത്യയുഗത്തിൽ കർമ്മം അകർമ്മമാകുന്നു. രാവണ രാജ്യത്തിൽ
കർമ്മം വികർമ്മമാകുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് ധർമ്മവും ശ്രേഷ്ഠം, കർമ്മവും ശ്രേഷ്ഠമാക്കുവാനായി. അതിനാൽ ഇപ്പോൾ ശ്രീമത് അനുസരിച്ച് കർമ്മത്തെ ശ്രേഷ്ഠമാക്കണം. ഏതെങ്കിലും ഭ്രഷ്ടകർമ്മം ചെയ്ത് ആരെയും ദുഃഖിപ്പിക്കുവാൻ പാടില്ല. ഇത് ഈശ്വരീയ കുട്ടികളുടെ പ്രവൃത്തിയല്ല. എന്ത് ഡയറക്ഷൻ ലഭിക്കുന്നുവോ അതനുസരിച്ച് നടക്കണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ആഹാരവും ശുദ്ധമായത് സ്വീകരിക്കണം. കിട്ടുവാൻ നിർവാഹമില്ലെങ്കിൽ നിർദ്ദേശം ചോദിക്കൂ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ജോലിയിലും മറ്റും ചിലപ്പോൾ അല്പം കഴിക്കേണ്ടിയും വരുന്നു. യോഗബലത്തിലൂടെ നിങ്ങൾ രാജധാനി സ്ഥാപിക്കുകയും പതീത ലോകത്തെ പാവനമാക്കുകയും ചെയ്യുന്നു എന്നിരിക്കെ ഭോജനത്തെ ശുദ്ധമാക്കുന്നത് എന്താ വലിയ കാര്യമാണോ? ജോലിയാണെങ്കിൽ ചെയ്യുക തന്നെ വേണം. ബാബയുടേതാകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കണം എന്നല്ല. എത്ര അനേകം കുട്ടികളുണ്ട്. ഇത്രയും പേർക്ക് ഇരിക്കുവാൻ സാധിക്കില്ല. എല്ലാവർക്കും കഴിയേണ്ടത് ഗൃഹസ്ഥ വ്യവഹാരത്തിലാണ്. ഇത് മനസ്സിലാക്കണം. ഞാൻ ആത്മാവാണ്. ബാബ വന്നു കഴിഞ്ഞു. നമ്മെ പവിത്രമാക്കി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ രാജധാനിയിലേക്ക് വരും. ഇതാണെങ്കിൽ രാവണന്റെ അന്യവും മോശവുമായ രാജ്യമാണ്. നിങ്ങൾ തീർത്തും പതീതമായിരിക്കുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ബാബു പറയുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങളെ സുബോധമുള്ളവർ ആക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. അതിനാൽ ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. എത്ര നടക്കുമോ അത്രയും ശ്രേഷ്ഠമാകും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരി ആക്കി മാറ്റുന്ന ബാബയെ മറന്നുപോയി. ഇപ്പോൾ ബാബ നേരെയാക്കുന്നതിനായി വന്നിരിക്കുന്നു. അതിനാൽ നല്ല രീതിയിൽ നേരെയാകണമല്ലോ. സന്തോഷത്തിൽ വരേണ്ടത് ആവശ്യമാണ്. പരിധിയില്ലാത്ത ബാബയെ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ആത്മാക്കൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ കുട്ടികളോട് സംസാരിക്കുകയാണ്. ആ ഒന്നും ആത്മാവ് തന്നെയാണ്. പരം ആത്മാവാണ്. ആ ഒന്നിനും പാർട്ടുണ്ട്. നിങ്ങൾ ആത്മാക്കളും പാർട്ടുധാരിയാണ്. ഉയർന്നതിലും ഉയർന്നത് മുതൽ താഴ്ന്നതിലും താഴ്ന്നത് വരെയുള്ള പാർട്ട് ഉണ്ട്. ഭക്തിമാർഗത്തിൽ മനുഷ്യർ പാടുന്നു, ഈശ്വരൻ തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. ബാബ പറയുന്നു, എൻ്റെ പാർട്ട് ഇങ്ങനെയുള്ളതല്ല. രോഗികളെ സുഖപ്പെടുത്തുവാനായി. എൻ്റെ പാർട്ട് നിങ്ങൾക്ക് എങ്ങനെ പവിത്രമാകാം എന്ന വഴി പറഞ്ഞു തരുന്നതിൻ്റെതാണ്. പവിത്രമാകുന്നതിലൂടെയാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകുവാൻ സാധിക്കൂ. രാജധാനിയിലും പോകുവാൻ സാധിക്കൂ. മറ്റൊരു പ്രതീക്ഷയും വയ്ക്കാതിരിക്കൂ. ഇന്ന ആൾ രോഗിയാണ്, ആശീർവാദം ലഭിച്ചെങ്കിൽ ഇല്ല. ആശീർവാദവും കൃപയുടെയും കാര്യങ്ങൾ എൻ്റെ അടുക്കൽ ഉണ്ടായിരിക്കുന്നേയില്ല. അതിനുവേണ്ടി സന്യാസിമാരുടെ അടുക്കൽ പൊയ്ക്കോളൂ. നിങ്ങൾ എന്നെ വിളിക്കുന്നത് തന്നെ ഹേ പതീത പാവന, വരൂ, വന്ന് നമ്മളെ പാവനമാക്കൂ എന്നാണ്. പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എന്നാണ്. അപ്പോൾ ബാബ ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ വിഷയസാഗരത്തിൽ നിന്നും മാറ്റി അക്കരെ കൊണ്ടുപോകുന്നു. പിന്നെ നിങ്ങൾ വിഷയസാഗരത്തിൽ എന്തുകൊണ്ട് കുടുങ്ങിപ്പോകുന്നു? ഭക്തി മാർഗത്തിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ജ്ഞാനവും ഭക്തിയും നിങ്ങൾക്ക് വേണ്ടിയാണ്. സന്യാസിമാരും പറയുന്നു ജ്ഞാനം, ഭക്തി, വൈരാഗ്യം. പക്ഷേ അതിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ജ്ഞാനം, ഭക്തി, പിന്നീട് വൈരാഗ്യം. അപ്പോൾ പരിധിയില്ലാത്ത വൈരാഗ്യം പഠിപ്പിക്കുന്ന ആൾ വേണമല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഇത് ശ്മശാനമാണ്. ഇതിനു ശേഷം പരിസ്ഥാൻ ഉണ്ടാകണം. അവിടെ ഓരോ കർമ്മവും അകർമ്മമായിരിക്കും. ബാബ നിങ്ങളെ ഇപ്പോൾ ഒരു വികർമ്മവും ഉണ്ടാകാത്ത വിധത്തിലുള്ള കർമ്മം പഠിപ്പിക്കുന്നു. ആർക്കും തന്നെ ദുഃഖം നൽകരുത്. പതീതരുടെ അന്നം ഭക്ഷിക്കരുത്. വികാരത്തിൽ പോകരുത്. അബലകളുടെ മേൽ അത്യാചാരം തന്നെ ഇതിൻ്റെ മേലാണ് ഉണ്ടാകുന്നത്.
കണ്ടുകൊണ്ടിരിക്കുന്നു മായയുടെ വിഘ്നം എങ്ങനെയാണ് വരുന്നതെന്ന്. ഇതെല്ലാം ഗുപ്തമാണ്. പറയുന്നു, ദേവതമാരുടെയും അസുരന്മാരുടെയും യുദ്ധം നടന്നു. പിന്നെ പറയുന്നു, പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധം നടന്നു. ഇപ്പോൾ യുദ്ധം ഒന്നേ ഉള്ളൂ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടി. ഇത് മൃത്യുലോകമാണ്. മനുഷ്യർ സത്യനാരായണന്റെ കഥ കേട്ടുവന്നു, നേട്ടം ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ സത്യമായ ഗീത കേൾപ്പിക്കുന്നു, രാമായണവും നിങ്ങൾ സത്യമായത് കേൾപ്പിക്കുന്നു. ഒരു രാമന്റെയും സീതയുടെയും കാര്യമായിരുന്നില്ല. ഈ സമയമാകട്ടെ മുഴുവൻ ലോകവും ലങ്കയാണ്. 4 ഭാഗത്തും ജലമാണല്ലോ. ഇതാണ് പരിധിയില്ലാത്ത ലങ്ക. ഇതിൽ രാവണന്റെ രാജ്യമാണ്. ഒരു ബാബയാണ് വരൻ, ബാക്കി എല്ലാവരും വധുക്കളാണ്. നിങ്ങളെ ഇപ്പോൾ രാവണ രാജ്യത്തു നിന്നും ബാബ മോചിപ്പിക്കുന്നു. ഇത് ശോകവാടികയാണ്. സത്യയുഗത്തെ അശോകവാടിക എന്ന് പറയുന്നു. അവിടെ ഒരു ശോകവും ഉണ്ടായിരിക്കുന്നില്ല. ഈ സമയത്താകട്ടെ ശോകം തന്നെ ശോകമാണ്. അശോകമായി ഒരാൾ പോലും ഇരിക്കുന്നില്ല. അശോക ഹോട്ടൽ എന്ന പേരെല്ലാം വയ്ക്കുന്നുണ്ട്. ബാബ പറയുന്നു, മുഴുവൻ ലോകവും ഈ സമയം പരിധിയില്ലാത്ത ഹോട്ടലാണെന്ന് മനസ്സിലാക്കൂ. ശോകത്തിൻ്റെ ഹോട്ടലാണ്. മനുഷ്യരുടെ ആഹാര രീതികളും മൃഗങ്ങളെ പോലെയാണ്. നിങ്ങളെയാണെങ്കിൽ നോക്കൂ, ബാബ എവിടെയാണ് കൊണ്ടുപോകുന്നത്? സത്യമായ അശോകവാടിക സത്യയുഗത്തിലാണ്. പരിധിയുള്ളതും പരിധിയില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. അറിയാം, ബാബ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടേതും അതേ തൊഴിലാണ്. സർവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. അന്ധരുടെ ഊന്നുവഴിയാകണം. ചിത്രങ്ങളും നിങ്ങളുടെ അടുക്കലുണ്ട്. ഏതുപോലെ സ്കൂളിൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, ഇത് ഇന്ന ദേശമാണ്. നിങ്ങൾ പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, നിങ്ങൾ ആത്മാവാണ്, ശരീരമല്ല. ആത്മാക്കൾ സഹോദരങ്ങളാണ്. എത്ര സഹജമായ കാര്യമാണ് കേൾപ്പിക്കുന്നത്. പറയുന്നുമുണ്ട്, നാം എല്ലാം സഹോദരങ്ങളാണ് എന്ന്. ബാബ പറയുന്നു, നിങ്ങൾ എല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണല്ലോ. ഗോഡ് ഫാദർ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരിക്കലും പരസ്പരം അടിവഴക്ക് കൂടാൻ പാടില്ല. ശരീരധാരിയാകുമ്പോൾ പിന്നെ സഹോദരിയും സഹോദരനുമാകുന്നു. നമ്മൾ ശിവബാബയുടെ കുട്ടികൾ എല്ലാവരും സഹോദരങ്ങളാണ്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികൾ സഹോദരി സഹോദരനാണ്. നമുക്ക് സമ്പത്ത് ദാദായിൽ നിന്നും എടുക്കണം. അതിനാൽ ദാദയെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. ഈ കുട്ടി, അതായത് ബ്രഹ്മാവിനെയും ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു, അഥവാ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ പുതിയ ദൈവിക പ്രവൃത്തി മാർഗം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാ ബികെയും ശിവ് ബാബയുടെ മതമനുസരിച്ച് നടക്കുന്നു. ബ്രഹ്മാവും ആ ഒന്നിൻ്റെ മതമനുസരിച്ചാണ് നടക്കുന്നത്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. മറ്റെല്ലാ സംബന്ധങ്ങളും ലഘൂകരിച്ചു കൊണ്ടിരിക്കൂ. 8 മണിക്കൂർ ഓർമ്മ വെക്കേണ്ടതുണ്ട്. ബാക്കി 16 മണിക്കൂറിൽ വിശ്രമവും തൊഴിലും തുടങ്ങി എന്തു ചെയ്യണമോ അത് ചെയ്തുകൊള്ളൂ. ഞാൻ ബാബയുടെ സന്താനമാണ്, ഇത് മറക്കരുത്. ഇവിടെ വന്ന ശേഷം ഹോസ്റ്റലിൽ കഴിയണം എന്നല്ല, അങ്ങനെയല്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കുട്ടികളോടൊപ്പം കഴിയണം. ബാബയുടെ അടുക്കൽ വരുന്നത് തന്നെ റിഫ്രഷ് ആകുവാനാണ്. മധുരയിലും വൃന്ദാവനത്തിലും പോകുന്നു, മധുവന്റെ സാക്ഷാത്കാരമുണ്ടാകാൻ. ചെറിയ മോഡൽ രൂപത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഈ പരിധിയില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവയാണ്. ശിവ് ബാബ ബ്രഹ്മാവിലൂടെ പുതിയ സൃഷ്ടി രചിച്ചുകൊണ്ടിരിക്കുന്നു.
നമ്മൾ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ ആണ്. വികാരത്തിൻ്റെ കാര്യം ഉണ്ടാവുക സാധ്യമല്ല. സന്യാസിമാരുടെ ശിഷ്യരാകുമ്പോൾ അവർ സന്യാസിയുടെ വസ്ത്രം അണിയുകയാണെങ്കിൽ പേര് മാറുന്നു. ഇവിടെയും നിങ്ങൾ ബാബയുടേതായി കഴിഞ്ഞപ്പോൾ ബാബ പേര് വച്ചല്ലോ. എത്ര പേർ ഭട്ടിയിലിരുന്നു. ഈ ഭട്ടിയെക്കുറിച്ച് ആർക്കും അറിയില്ല. ശാസ്ത്രങ്ങളിലാകട്ടെ എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു, വീണ്ടും അതേപോലെ തന്നെ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ സൃഷ്ടിയുടെ ചക്രം തിരിയുന്നു. ബാബയും സ്വദർശന ചക്രധാരി ആണല്ലോ. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. ബാബയ്ക്കാണെങ്കിൽ ശരീരവുമില്ല. നിങ്ങൾക്കാണെങ്കിൽ സ്ഥൂല ശരീരമുണ്ട്. ആ ഒന്ന് പരമാത്മാവ് തന്നെയാണ്. ആത്മാവ് തന്നെയാണല്ലോ സ്വദർശന ചക്രധാരി. ഇപ്പോൾ ആത്മാവിന് അലങ്കാരങ്ങൾ എങ്ങനെ നൽകുവാൻ കഴിയും? വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. ഇത് എത്ര മഹീനമായ കാര്യങ്ങളാണ്. ബാബ പറയുന്നു, വാസ്തവത്തിൽ ഞാൻ സ്വദർശന ചക്രധാരിയാണ്. നിങ്ങൾക്കറിയാം, ആത്മാവിൽ മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെയും ജ്ഞാനം വരുന്നു. ബാബയും പരംധാമത്തിൽ വസിക്കുന്നവനാണ്. നമ്മളും അവിടെയുള്ള നിവാസികളാണ്. ബാബ വന്ന് തൻ്റെ പരിചയം നൽകുന്നു. കുട്ടികളെ, ഞാനും സ്വദർശന ചക്രധാരിയാണ്. പതീത പാവനായ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. എന്നെ വിളിച്ചത് തന്നെ വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കൂ, ലിബറേറ്റ് ചെയ്യൂ എന്നാണ്. ആ ഒന്നിന് ശരീരമേ ഇല്ല. അത് അജന്മാവാണ്. ജന്മം എടുക്കുന്നുണ്ടെങ്കിലും ദിവ്യമാണ്. ശിവജയന്തി അഥവാ ശിവരാത്രി ആഘോഷിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ രാത്രി പൂർത്തിയാകുമ്പോഴാണ്. പകൽ ആക്കി മാറ്റുന്നതിനായി വരുന്നു. പകലിൽ 21 ജന്മം, പിന്നെ രാത്രിയിൽ 63 ജന്മം. ആത്മാവ് തന്നെയാണ് ഭിന്ന ഭിന്ന ജന്മങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ പകലിൽ നിന്നും രാത്രിയിലേക്ക് വന്നിരിക്കുന്നു. വീണ്ടും പകലിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങളെ സ്വദർശന ചക്രധാരിയും ആക്കിയിരിക്കുന്നു. ഈ സമയമാണ് എൻ്റെ പാട്ടുള്ളത്. നിങ്ങളെയും സ്വദർശന ചക്രധാരിയാക്കുന്നു. നിങ്ങൾ പിന്നെ മറ്റുള്ളവരെയും ആക്കൂ. 84 ജന്മങ്ങൾ എങ്ങനെയാണ് എടുത്തത്? ആ 84 ജന്മങ്ങളുടെയും ചക്രത്തെ മനസ്സിലാക്കി. മുൻപ് നിങ്ങൾക്ക് ഈ ജ്ഞാനം ഉണ്ടായിരുന്നു? തികച്ചും ഇല്ല. അജ്ഞാനിയായിരുന്നു. ബാബ മുഖ്യ കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ സ്വദർശന ചക്രധാരിയാണ്. ആ ഒന്നിനെ ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നു. അത് സത്യമാണ്, ചൈതന്യമാണ്. കുട്ടികളായ നിങ്ങൾക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. പരസ്പരം അടിവഴക്കുകൾ കൂടാതിരിക്കൂ. ഉപ്പുവെള്ളം ആകാതിരിക്കൂ. സദാ ഹർഷിതമായിരിക്കണം. എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം. ബാബയെ തന്നെയാണ് എല്ലാവരും മറന്നിരിക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. നിരാകാര ഭഗവാനുവാച, നിരാകാരി ആത്മാക്കൾക്ക് വേണ്ടി. യഥാർത്ഥത്തിൽ നിങ്ങൾ നിരാകാരമാണ്, പിന്നെ സാകാരിയാകുന്നു. സാകാരമില്ലാതെ ആത്മാവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആത്മാവ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ യാതൊരു അനക്കവും ഉണ്ടാവുക സാധ്യമല്ല. ആത്മാവ് ഉടൻ പോയി മറ്റൊരു ശരീരത്തിൽ തൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. ഈ കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കൂ. ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കൂ. ഞാൻ ആത്മാവ് ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു. സമ്പത്ത് ലഭിക്കുന്നത് സത്യയുഗത്തിൻ്റെതാണ്. തീർച്ചയായും ബാബ തന്നെയാണ് ഭാരതത്തിന് സമ്പത്ത് നൽകിയിട്ടുണ്ടാവുക. എപ്പോൾ സമ്പത്ത് നൽകി? പിന്നെ എന്തുണ്ടായി? മനുഷ്യർക്ക് ഇതൊന്നും തന്നെ അറിയില്ല. ഇപ്പോൾ ബാബ എല്ലാം പറഞ്ഞു തരുന്നു. കുട്ടികളായ നിങ്ങളെ തന്നെയാണ് സ്വദർശന ചക്രധാരി ആക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ 84 ജന്മങ്ങൾ അനുഭവിച്ചു. ഇപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുന്നു. എത്ര സഹജമായി
മനസ്സിലാക്കിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ, മധുരമാകൂ. എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുന്നു. ബാബ വക്കീലന്മാരുടെയും വക്കീലാണ്. എല്ലാ വഴക്കുകളിൽ നിന്നും മോചിപ്പിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം ആന്തരികമായ സന്തോഷമുണ്ടായിരിക്കണം. നമ്മൾ ബാബയുടെ കുട്ടികളായിരിക്കുന്നു. ബാബ നമ്മെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു സമ്പത്ത് നൽകുവാൻ. ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ സമ്പത്ത് നേടുവാനാണ്. ബാബ പറയുന്നു, കുട്ടികളെയും മറ്റും കാണുമ്പോൾ ബുദ്ധി ബാബയിലും രാജധാനിയിലും നേർക്കായിരിക്കണം. പഠനം എത്ര സഹജമാണ്. നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്ന ബാബയെ നിങ്ങൾ മറന്നു പോകുന്നു. ആദ്യം സ്വയം ആത്മാവാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കൂ. ഈ ജ്ഞാനം ബാബ സംഗമത്തിൽ തന്നെയാണ് നൽകുന്നത്. കാരണം സംഗമത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് പതീതത്തിൽ നിന്ന് പാവനമാകേണ്ടത്. ശരി, മധുരമധുരമായ ആത്മീയവും ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണ കുലഭൂഷൺ ഈ ദേവതമാരെക്കാൾ ഉയർന്ന കുലമാണ്. നിങ്ങൾ ഭാരതത്തിൻ്റെ വളരെ ഉയർന്ന സേവനം ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾ പൂജ്യരായി മാറും. ഇപ്പോൾ പൂജാരിയിൽ നിന്നും പൂജ്യർ, കൗടിയിൽ നിന്നും വജ്രതുല്യം ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ആത്മീയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ശ്രീമത്ത് അനുസരിച്ച് ഇപ്പോൾ ഓരോ കർമ്മവും ശ്രേഷ്ഠമായത് ചെയ്യണം. ആരെയും ദുഃഖിപ്പിക്കരുത്. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് തന്നെ നടക്കണം. സദാ ഹർഷിതമായിരിക്കുന്നതിനായി സ്വദർശന ചക്രധാരിയാകണം. ഒരിക്കലും ഉപ്പുവെള്ളമാകരുത്. എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം. വളരെ വളരെ മധുരമാകണം. വരദാനം. ബഹുമാനം ചോദിക്കുന്നതിന് പകരം സർവർക്കും ബഹുമാനം നൽകുന്ന സദാ നിഷ്കാമ യോഗിയായി ഭവിക്കട്ടെ. താങ്കൾക്ക് ആരെങ്കിലും ബഹുമാനം നൽകുകയോ മാനിക്കുകയോ മാനിക്കാതിരിക്കുകയോ ചെയ്താലും താങ്കൾ അവരെ മധുരമായ സഹോദരനും മധുരമായ സഹോദരിയുമായി കണക്കാക്കി സദാ സോമാനത്തിൽ ഇരുന്ന് സ്നേഹി ദൃഷ്ടിയിലൂടെ സ്നേഹത്തിൻ്റെ വൃത്തിയിലൂടെ ആത്മീയ ബഹുമാനം നൽകിക്കൊണ്ടിരിക്കൂ. ഇവർ ബഹുമാനം നൽകിയാൽ ഞാൻ ബഹുമാനം നൽകാം എന്നതും റോയൽ യാചനയാണ്. ഇതിൽ നിന്നും നിഷ്കാമ യോഗിയാകൂ. ആത്മീയ സ്നേഹത്തിൻ്റെ മഴ പൊഴിച്ച് ശത്രുവിനെയും മിത്രമാക്കി മാറ്റൂ. താങ്കളുടെ മുന്നിൽ ആരെങ്കിലും കല്ലുകൾ എറിഞ്ഞാൽ പോലും താങ്കൾ അവർക്ക് രത്നങ്ങൾ നൽകൂ. കാരണം താങ്കൾ രത്നാകരനായ ബാബയുടെ കുട്ടികളാണ്. സ്ലോഗൻ. വിശ്വത്തിൻ്റെ നവനിർമ്മാണം ചെയ്യുന്നതിനായി 2 വാക്കുകൾ ഓർമ്മിക്കൂ. നിമിത്തം, വിനയം. അവ്യക്ത സൂചന. സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. സേവനത്തിൽ സഫലതയുടെ മുഖ്യ ഉപാധിയാണ് ത്യാഗവും തപസ്യയും. ഇങ്ങനെയുള്ള ത്യാഗിയും തപസ്വിയും, അതായത് സദാ ബാബയുടെ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുന്ന, സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചിരിക്കുന്ന, ജ്ഞാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സുഖത്തിൻ്റെ, ശാന്തിയുടെ സാഗരത്തിൽ അലിഞ്ഞിരിക്കുന്നവരെ തന്നെയാണ് തപസ്വി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ത്യാഗവും തപസ്യയും ഉള്ളവർ തന്നെയാണ് സത്യമായ സേവാധാരി. ഓം ശാന്തി. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകുന്നു.
ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ, അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിനു വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ ഈ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ, ശുദ്ധ വൈബ്രേഷൻസ് അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്ന ചിത്തരായി മാറുന്നു.